ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ വർഷം കൂടുന്തോറും ഈ സ്നേഹം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനുള്ള കുറച്ച് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് നിങ്ങളുടെ സ്നേഹം കുറയാൻ ഉള്ള ഒരു കാര്യം ആയിട്ട് വരുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഉത്തരവാദിത്തം, പുതിയ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പം പഠിത്തം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ജോബ്, ഇതൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും കുറച്ച് തിരക്കിലൊക്കെ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ഒന്നും അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടത്തില്ല. ഇതൊരു റീസൺ ആണ്. അത് സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് അവർക്ക് ടൈം ഇല്ലാഞ്ഞിട്ടാണ്. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ലോഡ് ഉണ്ടായിരിക്കും. ഒരു ടൈമിൽ ജോബൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം തന്നെ നമുക്ക് ആ ഒരു ജോബ് തീർക്കേണ്ടതായിട്ടുണ്ട് അവർക്ക്. ആ ഒരു ടൈമിൽ അവർക്ക് ഒരിക്കലും പഴയതുപോലെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാനോ നിങ്ങളെ കൊഞ്ചിക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം. പക്ഷെ നമ്മൾ എല്ലാവർക്കും അങ്ങനെയാണ് വിചാരിക്കുക, പഴയതുപോലെ സ്നേഹമില്ല, വിളിക്കുന്നില്ല, മിണ്ടുന്നില്ല. പക്ഷെ അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നത് കൊണ്ട് മാത്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പുതുതായിട്ടൊരു വണ്ടി വാങ്ങിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഏത് സമയത്ത് ഇങ്ങനെ വാഷ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും കൊണ്ടു കിടക്കും അല്ലേ? ഇപ്പം നിങ്ങൾ പുറത്ത് പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വണ്ടി വാഷ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കോ, പിന്നെ ഒരു കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെ വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല. കാരണം ആദ്യമേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത ടൈം ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയിരുന്നു. പക്ഷെ കുറച്ചിങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് വീണ്ടും വീണ്ടും കൂടി വരികയാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ടൈം ഒട്ടും സ്പെൻഡ് ചെയ്യാൻ കിട്ടാതെയായി. പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും വണ്ടി കഴുകുന്നവരാണെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും വാഷ് ചെയ്യണേ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതേപോലെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പും. കൂടെ എപ്പോഴും ഉണ്ടാവും, എന്നിരുന്നാലും വിളിക്കൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കൽ ഇതൊക്കെ വളരെയധികം കുറയുന്നതായിട്ട് തോന്നും. ഇപ്പം നിങ്ങളൊരു പുതിയതായിട്ട് ഷൂ വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യമേ നമ്മളിങ്ങനെ തൂത്തത് ഇങ്ങനെ തലോടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. പക്ഷേ 2-3 നീക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കോ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ആ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കും. നിങ്ങൾക്കത് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ടൈം ഇല്ല. അതിന് പഴയതുപോലെ തൂത്ത് തലോടി എപ്പോഴും ഇങ്ങനെ കൊണ്ടുനടക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതാണ് കാരണം. അതായത് റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ കാണാനോ ഇതിനൊക്കെയുള്ള ടൈം എന്ന് പറയുന്നത് വളരെയധികം കുറയും. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. പിന്നെ വേറെ ചിലരുണ്ട്, അവൾ എൻ്റെ സ്വന്തമാണ് അല്ലെങ്കിൽ അവൻ എൻ്റെ സ്വന്തമാണ് ഇങ്ങനെ കരുതിയിട്ടും അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തവരും ഉണ്ട്. അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അത് സ്വന്തമാണല്ലോ, അപ്പോൾ എപ്പോഴും അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി സ്നേഹം കുറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേഷ്യമാണ്. അതായത് ഒരാളെ കൂടുതൽ അറിയുന്തോറുമായിരിക്കും നമുക്ക് അയാളോടുള്ള ഒരു വികാരങ്ങൾ, അതായത് ഇപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം, ഇഷ്ടം, ഇതൊക്കെ ഡെയിലി നമുക്ക് കൂടി വരികയാണ് ചെയ്യുക. ഇപ്പോൾ ഒരാളോട് നമ്മൾ ഡീപ്പായിട്ട് ഒരാളെ അറിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവരുടെ ചില ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും? നിങ്ങൾ ദേഷ്യപ്പെടും. ഈ ഒരു കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടും. ഇങ്ങനെയൊക്കെ കുറേ തവണ ദേഷ്യവും പിണക്കവും ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും ഉള്ളിൻ്റെ അകത്ത് എന്താവും? നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് തോന്നും, ഇവൻ എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അവൾക്ക് എന്നെ ഇഷ്ടമല്ല. ഈ ഒരു ഫീല് നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷെ അത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മളെക്കുറിച്ചിട്ട് ഒരാൾ ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് അറിയുമ്പോഴായിരിക്കും നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് അറിയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? അവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷേ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കുറച്ച് ദേഷ്യത്തിലൊക്കെ ആണെങ്കിലോ, നമുക്കതൊട്ട് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ആദ്യമേ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ആകെ ദേഷ്യപ്പെടുന്നു, വഴക്ക് പറയുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിലും ഒരു ദേഷ്യം പോലെ തോന്നും. നിങ്ങൾ തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനൊരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, അതായത് പഴയതുപോലെ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള ഒരു നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യമായി നിങ്ങൾ കണ്ടുമുട്ടിയതും അന്ന് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പ്രപ്പോസ് ചെയ്ത രീതി, ഇപ്പോൾ ആ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയും നിങ്ങളോട് പഴയതുപോലെ സ്നേഹം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഫസ്റ്റ് നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്, അതായത് ആദ്യമായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത ഗിഫ്റ്റ്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എടുത്ത്, അതായത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, അങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തൊരു കള്ളത്തരം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറയാവുന്നതാണ്.
പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ അയച്ച മെസ്സേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഓൾഡ് മെസ്സേജസ് ഒക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടി ടൈം ഉള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് വായിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പഴയ സ്നേഹം വീണ്ടും നിങ്ങളോട് തോന്നും. പിന്നെ അവർ തന്ന ഗിഫ്റ്റ് നിങ്ങൾ എല്ലാവരും കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഗിഫ്റ്റൊക്കെ എല്ലാവരും അങ്ങനെ കൂട്ടി വയ്ക്കും, അങ്ങനെ എടുത്ത് കളയത്തൊന്നുമില്ലല്ലോ. ആ ഗിഫ്റ്റിൻ്റെ ഒക്കെ ഫോട്ടോ നിങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ എടുത്തിട്ട് ആ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു പഴയ സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.